അവളാണ് പെയ്തത്. അഷിതയുടെ ഒരു മിനിക്കഥയുണ്ട്. സ്തംഭനങ്ങൾ എന്നാണ് പേര്. അതിരാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ച് ചായയിട്ട് പ്രാതലൊരുക്കി കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിറക്കി ഒരുക്കി സ്കൂളിലേക്ക് അയച്ച് അടിച്ചു നനച്ച് ഉച്ചയൂണൊരുക്കി വിരുന്നുകാർക്ക് വിളമ്പി ഭർത്താവിനെ കാണാനെത്തിയ കണക്കെടുപ്പുകാർക്ക് ചായയുമായി ചെല്ലുമ്പോൾ ഭാര്യ വയസ്സ് 35, ജോലിയില്ല എന്ന് നിവർന്നിരുന്ന് ഭർത്താവ് പറയുന്നത് കേട്ട് അവളുടെ ഹൃദയം ഒരു ബലൂൺ കണക്കെ പൊട്ടി. ഒരു പാവം ഹൃദയത്തെ സ്തംഭിപ്പിക്കാൻ ജീവിതത്തിന്റെ കയ്യിൽ നിരവധി ഉപായങ്ങളുണ്ടാകാം. അവഗണിക്കപ്പെടുന്നു എന്ന അറിവാണ് ഏറ്റവും വേദനയുള്ള ശിക്ഷ. ഓഫീസിലെ ജോലിയെ മാത്രം ജോലിയായി കാണുന്ന നമ്മൾ, നിനക്കെന്താണ് ഇവിടെ ഇത്ര ജോലി എന്ന ചോദ്യം മുഴക്കുമ്പോൾ അവധി ദിനമില്ലാത്ത അവൾ കണ്ണു നിറഞ്ഞ് മൗനിയാകുന്നു. അടുപ്പിനും അടുപ്പങ്ങൾക്കുമിടയിലെ അവളുടെ ഓട്ടം നമ്മൾ മറക്കുന്നു. ഉംറ നിർവഹിക്കുമ്പോൾ സഭാമർവ ഓട്ടത്തിനിടയിൽ മനസ്സിലുണർന്ന ഓർമ്മ പങ്കുവച്ച ഗായകൻ ഷഹബാസ് അമൻ, കഞ്ഞിക്കലത്തിനും കുഞ്ഞിന്റെ തൊട്ടിയിലും ഇടയിലെ ഉമ്മയുടെ അതേ ഓട്ടമെന്ന് വിളിച്ചുകൂടാ, എന്നാലത് നടത്തവുമല്ല. എന്നിട്ടും അതൊന്നും ഒരു അധ്വാനമായിപ്പോലും പരിഗണിക്കാത്ത നമ്മുടെ നന്ദികേട് അവളെ എത്ര തവണ കരയിപ്പിച്ചിരിക്കും. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മനുഷ്യരിൽ നിന്ന് നിനക്കൊരിണ എന്നാണ് ഖുർആന്റെ പ്രയോഗം. മനുഷ്യനായ ഒരാൾ, പുരുഷനെപ്പോലെ മനുഷ്യജീവിയായ സ്ത്രീ. എന്നിട്ടും ഭൂമിയിൽ മനുഷ്യരൊഴികെയുള്ള ഇണകളിൽ മാത്രമേ വിവേചനമില്ലാത്ത ജീവിതം കാണുന്നുള്ളൂ. അതെങ്ങനെയൊന്ന് ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് സ്നേഹ റസൂൽ. പെൺകുട്ടിയായി വന്ന ആയിഷയ്ക്ക് പ്രതിഭയായി പടരാനുള്ള ആകാശമൊരുക്കിയ സ്നേഹ റസൂൽ. അന്തസ്സുള്ളൊരു അസ്തിത്വം പെണ്ണിനുമുണ്ടെന്ന് ആവർത്തിച്ചു പഠിപ്പിച്ചു. സ്നേഹത്തിലും ആത്മീയതയിലും അവളോളം അഗാധമാകാൻ പുരുഷന് സാധ്യമാകാറില്ല. സത്യവാദികൾക്ക് മികച്ച മാതൃകയായി ഖുർആൻ പറഞ്ഞു തന്ന രണ്ടുപേരും സ്ത്രീകളായത് അതുകൊണ്ടാകാം. ശരീരമെന്ന ആകർഷണമുള്ളൊരു ഫ്രെയിമിനപ്പുറത്താണ് തിരിച്ചറിയപ്പെടേണ്ട സ്ത്രീത്വമുള്ളത്. പക്ഷേ ആ വിഷയത്തിൽ പുരുഷൻ സ്ത്രീയെ അറിയാൻ കുറെ സമയമെടുക്കും. അതിന്റെ കാരണം സ്ത്രീ എന്താണെന്ന് ആൺകുട്ടി അറിയുന്നത് അവന്റെ ചീത്ത കൂട്ടുകാരിൽ നിന്നാണ്. പെൺകുട്ടിക്ക് അങ്ങനെയല്ല. ശരീരത്തെക്കുറിച്ച് അറിവുകൾ ലഭിക്കുന്നത് ഉമ്മയിൽ നിന്നാണ്. മുലപ്പാൽ കിട്ടിയിടത്തു നിന്ന് ഈ അറിവും ലഭിച്ചതിന്റെ മൂല്യബോധം അവളിലെന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാകാം. അവളുടെ അകത്തെ ചൈതന്യത്തെയും ഉറവറ്റാത്ത സ്നേഹപ്രപഞ്ചത്തെയും തിരിച്ചറിയണം. കീഴടക്കാനുള്ള ഇരയല്ല, കീഴടങ്ങുന്ന പ്രണയലഹരിയാണ് അവളെന്ന തിരിച്ചറിവ്. തളരുമ്പോൾ തണുപ്പുള്ള മണിത്തട്ടാണവൾ. വേദനയിൽ പച്ചമരുന്നിന്റെ മഴയാണ്. ഉമ്മയായും പെങ്ങളായും പ്രിയപ്പെട്ടവളായും ഈ ജീവിതച്ചില്ലയെ ഉണങ്ങാതെ നിർത്തുന്നത് അവളുടെ മഴയാണ്. ഒരു കവിത കണ്ടു. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞടങ്ങുന്നതിനും പെൺപേര് തന്നെ ശരണം.